ഹലോ. അപ്പോൾ ഞാൻ അന്ന് ഗ്രാഫ്റ്റ് ചെയ്തത് ചീത്തയായിപ്പോയി. ഞാൻ എൻ്റെ ഷോർട്സ് പിടിച്ചിട്ടുണ്ട് കേട്ടോ, കാണിച്ചത്. അപ്പോൾ ഇത് അന്ന് സെലോ ടേപ്പ് ഇട്ടാണ് ചെയ്തത്. അപ്പോൾ സെലോ ടേപ്പ് കട്ടി കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ അവിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അത് ഒരിക്കൽ കൂടെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യുന്നു. എനിക്ക് ഗ്രാഫ്റ്റിംഗ് പേപ്പറൊന്നും കിട്ടിയില്ല. നമ്മൾ കറി കെട്ടാനൊക്കെ വാങ്ങുന്ന പേപ്പറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. പേപ്പറല്ല, ആ കവർ അതിനെ കീറി എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല രീതിയിൽ അത് ചീഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതിലാണ് ഇത് ഇത്രയും ഇതായത് കേട്ടോ. എൻ്റെ മെമ്മറി കാർഡിൻ്റെ പ്രശ്നത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും നാൾ വെയിറ്റ് ചെയ്തതിലാണ് ഈ ചെടി ഇത്രയും മോശമായത്. നമുക്ക് നോക്കാം. ഇതും സക്സസ് ആവും എന്നെനിക്ക് പറയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ചെരുവ് ഒരേ ലെവലിൽ വന്നാലേ നമുക്കത് കെട്ടി വയ്ക്കാൻ പറ്റത്തുള്ളൂ. ഏറ്റവും ഹെൽത്തി ആയ പ്ലാന്റാണ് അന്ന് എടുത്തത്. അപ്പോൾ അത് കുറച്ച് കട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ചെയ്യാൻ പാടില്ല. അത് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഒരിക്കൽ നമ്മൾ ഫെയിലായെന്ന് പറഞ്ഞ് ഞങ്ങൾ മടിക്കരുത്. അടുത്ത് വീണ്ടും ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഞാൻ ട്രൈ ചെയ്യാണ്. എത്രത്തോളം അന്ന് ഞാൻ 3 കളറാണ് വെച്ചത്. അപ്പോൾ എനിക്ക് ആ 3 കളർ ഒരു വൈറ്റ്, ഈ പൊസിഷൻ അന്ന് മാറിയിട്ടുണ്ടെന്ന് എനിക്കൊരു തോന്നലുണ്ട്. ഈ പൊസിഷൻ മാറിയാലും ഇത് ശരിയായി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഒരേ ലെവലിൽ കട്ട് ചെയ്യണം കേട്ടോ. ഇന്ന് അതുകൊണ്ട് എല്ലാം ഒരേ ലെവലിൽ നമുക്ക് ആക്കി വയ്ക്കാം. ഇത് വൈറ്റാണ്, വൈറ്റ്, പിങ്ക്, പിന്നെ പിങ്കിൽ ഡാർക്ക് റെഡ് വരുന്ന കളർ, അതാണ് അന്ന് ചെയ്തത്. ഓക്കെ, അപ്പോൾ 3 എണ്ണം. ഇതും സക്സസ് ആവുമെന്നറിയില്ല. ഇതിലും സക്സസ് ആയില്ലെങ്കിൽ ഇതിൻ്റെ ഗ്ലൂ ഉണ്ട്, നമുക്ക് ആ ഗ്ലൂ വാങ്ങി ഒട്ടിച്ചു നോക്കാം. ഈശ്വര, ഇതെങ്കിലും സക്സസ് ആവണേ. നിങ്ങളും കൂടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. കരി കെട്ടുന്ന കവർ എവിടെ പോയി? ഇതാണ്. ഇത് എത്രത്തോളം ഓക്കെ ആവുമെന്ന് നമുക്കറിയില്ല. എന്താണെന്നറിയാമോ, അന്ന് ഞാൻ കെട്ടിയത് സെലോ ടേപ്പാണ്. അപ്പോൾ സെലോ ടേപ്പ് ആയാലും പ്രശ്നമില്ല. അത് പക്ഷേ നമ്മൾ ഒരു ചുറ്റാണ് കൊടുക്കേണ്ടത്. ഞാനിത് 2-3 ചുറ്റ് അതിന് കൊടുത്തു. അങ്ങനെ പറ്റിയതാണ് കേട്ടോ. അതുകൊണ്ടോ നമ്മളിങ്ങനെ വലിച്ച് കെട്ടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഫുള്ള് ടൈറ്റ് ആയില്ല എങ്കിൽ അത് വീണ്ടും സ്പ്രെഡായി പോവും. അയ്യോ, കവർ പൊട്ടി കേട്ടോ. ഇതിൻ്റെ ഗ്രാഫിക് പേപ്പറുണ്ട് കേട്ടോ, അത് വാങ്ങി നമ്മൾ ചെയ്താൽ ഈസി ആയിരിക്കും. ഇല്ലെങ്കിൽ ഗ്ലൂ വാങ്ങി ഒട്ടിക്കണം. ഇതിപ്പോൾ സക്സസ് ആവുമെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. നമുക്ക് നോക്കാം. ഇനി അടുത്ത് ഇതിൽ ട്രൈ ചെയ്യാൻ പറ്റില്ല. കുറച്ച് നാളത്തേക്ക് വേറെ ഏതെങ്കിലും ചെടി നോക്കാം. കണ്ടോ, ഇപ്പോൾ ഞാൻ ആ കവറാണ് എടുത്തിരിക്കുന്നത്. എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. നമുക്ക് ശ്രമിച്ച് നോക്കാം. അപ്പോൾ ഈ ബാക്കി വന്നത് ഞാൻ അതിൽ വേറൊരു ഇതന്ന് ഞാൻ ചെയ്തത് 2 സൈഡിലും വി ഷേപ്പിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ.
വി ഷേപ്പിൽ ചെയ്യുമ്പോൾ ഇത് എങ്ങനെ കെട്ടുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് നോക്കാം. ഇത് ഒരെണ്ണം വൈറ്റാണ്. ഞാൻ ആ സാധാ ചെയ്ത മോഡൽ, നമ്മൾ കോമൺ ആയിട്ട് എപ്പോഴും എല്ലാവരും ചെയ്യുന്ന മോഡലാണ് ചെയ്തിരിക്കുന്നത്. ഇത് നോക്കട്ടെ. ഇതിനെ കട്ട് ചെയ്തെടുക്കാനാണ് കുറച്ച് പ്രയാസം. കണ്ടോ, നല്ല രീതിയിൽ ഞാൻ ചുറ്റിയിട്ടുണ്ട് കേട്ടോ. അതാണ് കാര്യം. ഇത്രയൊന്നും സെലോ ടേപ്പ് ചുറ്റേണ്ട ആവശ്യമില്ല. 1 2 ചുറ്റിൽ അത് ഞാൻ ചുറ്റിയപ്പോഴത്തേക്കും ഒട്ടി വന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചുറ്റിയത്. അതാണെങ്കിൽ അതിലിരുന്ന് ആവിയായി ചീത്തയായിപ്പോയി. എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നല്ലേ? ഇത്രയും അങ്ങ് കട്ട് ചെയ്ത് വിടാം, അതാണ് നല്ലത്. അല്ലാതെ ഞാനിനി അതെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന നടക്കത്തില്ല. എല്ലാ കാര്യവും ചെയ്യുന്ന കുറച്ച് പ്രയാസം തന്നെയാണല്ലേ. ഈസി ആയിട്ട് കാര്യം നടന്നു. മര്യാദയ്ക്ക് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ ഇതിനെ ഞാൻ വി കട്ടിൽ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. നോക്കട്ടെ എത്രത്തോളം സക്സസ്. വി കട്ടിനിപ്പോൾ കട്ട് ചെയ്യണമെങ്കിൽ കത്തി വെച്ചാണ് കട്ട് ചെയ്യണം. സക്സസ് ആവുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. നമുക്ക് നോക്കാം. ഇതെടുക്കാൻ ഇതാവുമ്പോൾ ഒന്നുകൊണ്ടിരുന്നത് ഈ ലീഫൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വേണം, അല്ലെങ്കിൽ അതിന് ചുറ്റിയെടുക്കാൻ പ്രയാസമായിരിക്കും. ഈ ലീഫ് കട്ട് ചെയ്ത് വിടുന്ന ഭാഗത്തുണ്ടല്ലോ നമ്മൾ സാഫ് തേച്ച് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അതിൽ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വരും. കുറച്ചും കൂടെ നൈസായിട്ട് ഇതാക്കിയാലേ അതിൽ ഇറക്കി വെക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇത് നോക്കാം. ഇത് സക്സസ് ആകുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. ഇത് നോക്കാം എന്തായാലും. ഈ കവറിനെ ഇങ്ങോട്ട് കുറച്ച് ടൈറ്റായിട്ട് വലിച്ചു പിടിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ അയ്യോ കവറ് ഓക്കെ. ഇത് സക്സസ് ആവുമെന്ന് പറയുമെങ്കിലും നമ്മൾ നെഗറ്റീവ് ചിന്തിക്കണ്ട. സക്സസ് എന്ന് വിചാരിച്ച് ചെയ്യുകയാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഗ്ലൂ വാങ്ങി ഒന്നിൽ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇതിപ്പോൾ 2 മോഡലിലാണ് ചെയ്തിരിക്കുന്നത്.
കാക്കയാണ് ശല്യം കേട്ടോ. ഞാൻ ഒന്നാമത് ഈ ചെടി ചീത്തയാവാൻ കാരണം കാക്കയാണ്. ഞാൻ ചെയ്തിട്ട് കൊണ്ടുവയ്ക്കും, ഈ കാക്ക ഇതിനെ കൊത്തി വലിക്കും. അങ്ങനെയാണ് പറ്റിയത്. അപ്പോൾ ഇത് നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന ഒരു മോഡൽ. ഇത് വീക്കട്ടിൽ ചെയ്തതാണ്. അപ്പോൾ എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ വീണ്ടും ട്രൈ ചെയ്യാമല്ലോ. അപ്പോൾ ശരി, ഇന്ന് ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.